അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. ഇവർക്ക് വളരെ നല്ല ഫലങ്ങൾ കിട്ടുന്ന കാലമാണ്. വ്യാഴവും സൂര്യൻ ഇത് രണ്ടും ലഗ്നത്തിലാണ്. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അവരുടെ നേതൃപാടവങ്ങൾ പ്രദർശിപ്പിക്കാനും അത് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാനും ഒക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. മേലുദ്യോഗസ്ഥന്മാരുടെയും മറ്റുമൊക്കെ അംഗീകാരം ഇവർക്ക് കൂടുതൽ ലഭിക്കും. പുതിയ ചുമതലകളും മറ്റുമൊക്കെ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശ ബന്ധങ്ങൾ, അതുപോലെ ഓൺലൈൻ പ്രൊജക്റ്റുകൾ, ഗവേഷണം, ആത്മീയ കാര്യങ്ങൾ, പ്രഭാഷണങ്ങൾ ഒക്കെ നടത്തുന്നവർ, ഇവർക്കൊക്കെയും പല നേട്ടങ്ങളും ഉണ്ടാവും. എന്നാൽ രേഖാപരമായിട്ടുള്ള ചില കാര്യങ്ങളെ കൊണ്ട് അതിൽ ഉണ്ടായേക്കാവുന്ന ചില അശ്രദ്ധകൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സും മറ്റുമൊക്കെ നടത്തുന്നവർക്ക് അതിൻ്റെ ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ദീർഘകാല പദ്ധതികളും ഒക്കെ പുതുതായിട്ട് ആരംഭിക്കാനോ ഉള്ളത് വിപുലീകരിക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ധനപരമായിട്ട് വീട്, വാഹനം, സ്വത്ത്, മറ്റ് ഭൂമി മുതലായിട്ടുള്ള സ്വത്ത്, ഇതൊക്കെ സംബന്ധിച്ച് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യത കാണുന്നുണ്ട്. വികാരപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം നൽകുന്നതാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ട് പൊതുവേ മെച്ചമാണ്. കുറച്ച് വിശ്രമക്കുറവോ ഒക്കെ കൊണ്ടുണ്ടാകായേക്കാവുന്ന ചില പ്രശ്നങ്ങൾ കവിഞ്ഞ് മറ്റു രോഗപ്രശ്നങ്ങളോ ഒന്നും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. കുടുംബപരമായിട്ടും ഒരു ഉന്മേഷവും സന്തോഷവും ഒക്കെ കുടുംബജീവിതത്തിലുണ്ടാകും. അതുപോലെ വിവാഹം, പുതിയ ഗൃഹപ്രവേശം മുതലായിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അവരവരുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ശുഭകർമ്മങ്ങൾ തീരുമാനിക്കുക ഒക്കെ നടക്കും. മാതാപിതാക്കന്മാരുടെയും മറ്റും അനുഗ്രഹവും പിന്തുണയും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഇവർക്ക് പരിഹാരമായിട്ട് വ്യാഴഗ്രഹത്തിന് ഗ്രഹശാന്തി നടത്തുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഒക്കെ മഞ്ഞപ്പൂക്കളെ കൊണ്ടുള്ള മാല സമർപ്പിക്കുക, ഇതൊക്കെയും അന്നദാനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഫലം നൽകാൻ നല്ലതാണ്.